കൊല്ലം കരുനാഗപ്പള്ളിയിൽ കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരി മരിച്ച സംഭവത്തിൽ വനിതാ ഡോക്ടറും അറസ്റ്റിൽ. സ്വകാര്യ ആശുപത്രിയിലെ ഡോക്ടറായ ശ്രീകുട്ടിക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി. കാർ ഓടിച്ച കരുനാഗപ്പള്ളി സ്വദേശി അജ്മലിനെ ശാസ്താംകോട്ട പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. അജ്മലിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അജ്മൽ ലഹരിമരുന്ന് കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് എന്നും പോലീസ് വ്യക്തമാക്കി. അജ്മലിന്റെ ക്രിമിനൽ പശ്ചാത്തലത്തെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ്. ഇന്നലെയാണ് അജ്മൽ ഓടിച്ച കാറിടിച്ച് മൈനാഗപ്പള്ളി സ്വദേശി കുഞ്ഞുമോൾ മരിച്ചത്. റോഡിൽ തെറിച്ചു വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജ്മലും ശ്രീകുട്ടിയും രക്ഷപ്പെടുകയായിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വിനീഷ് കൊട്ടാരക്കര ചേരുന്നുണ്ട്. വിനീഷ്, ഇരുവരും മദ്യപിച്ചിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോഴിതാ വനിതാ ഡോക്ടർ ശ്രീകുട്ടിയെയും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഏത് പശ്ചാത്തലത്തിലാണ് ശ്രീകുട്ടിക്കെതിരെയും നരഹത്യാ കുറ്റം ചുമത്തിയത്? അഭിലാഷ്, ശ്രീകുട്ടിക്കെതിരെയും നരഹത്യ ചുമത്തിയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതോടെ ഈ കേസിൽ രണ്ടുപേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. നേരത്തെ തന്നെ അജ്മലിനെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തിയിരുന്നു. ഇപ്പോൾ ശ്രീകുട്ടിക്കും ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടിക്കും സമാനമായ രീതിയിലാണ് ഇപ്പോൾ കേസ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്നാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിരിക്കുന്നത്. കരുനാഗപ്പള്ളിക്ക് സമീപത്തുള്ള മൈനാഗപ്പള്ളിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഇവർ മദ്യപിച്ച് അമിത വേഗതയിൽ വാഹനം ഓടിച്ച് ഒരാളുടെ ജീവൻ പൊലിഞ്ഞൊരു സാഹചര്യം ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സംഭവ സ്ഥലത്ത് നിന്ന് വാഹനം നിർത്താതെ ഓടിപ്പോയി എന്നുള്ളൊരു വലിയൊരു ആരോപണവും ഇവർക്കെതിരെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒളിവിൽ പോയ അജ്മലിനെ ഇന്ന് രാവിലെയാണ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. സംഭവ സ്ഥലത്തു നിന്നും 300 മീറ്റർ ദൂരപരിധിയിൽ തന്നെ അജ്മലിനോടൊപ്പം യാത്ര ചെയ്തിരുന്ന യുവ ഡോക്ടറായ യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. തുടർന്നാണ് ഈ അജ്മലിനായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചു. അജ്മലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. അങ്ങനെയാണ് ഇന്ന് രാവിലെ അജ്മലിനെ അറസ്റ്റ് ചെയ്യുന്നത്. അതായത് ഈ കസ്റ്റഡിയിലായ യുവതിയുടെ മൊഴി അടിസ്ഥാനത്തിലാണ് അജ്മലിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിച്ചത്. അങ്ങനെ ഫോൺ ട്രേസ് ചെയ്താണ് അജ്മലിനെ കൊല്ലത്തു നിന്നും അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ രണ്ടുപേർക്കുമെതിരെയാണ് കേസ് ചുമത്തപ്പെട്ടത്. കൊല്ലം മൈനാഗപ്പള്ളിയിൽ ആണ് ഇത്തരത്തിൽ ദാരുണമായ അപകടമുണ്ടാകുന്നത്. അപകടശേഷം വാഹനം നിർത്താതെ പോയി എന്ന് മാത്രവുമല്ല, ആളുകൾ ആവശ്യപ്പെട്ടതിന് ശേഷവും വാഹനം നിർത്താതെ അപകടത്തിൽ പരിക്കേറ്റ് വീണ സ്ത്രീയുടെ ശരീരത്തിലൂടെ കയറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത്. അങ്ങനെയാണ് ആ സ്ത്രീ മരണപ്പെടുകയും ചെയ്തത്. സൂപ്പർ